ഹലോ ഗൈസ്, ഇന്നത്തെ ദിവസം നമുക്ക് എറണാകുളം വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് 8 o'clock ട്രെയിൻ വരുന്നു. അപ്പോൾ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ നേരെ കുന്നന്താനത്ത് വന്നു. ഇവിടുന്ന് ഡയറക്റ്റ് തിരുവല്ല, അവിടുന്ന് പോകണം തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനും അനിയനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ കുന്നന്താനത്തെത്തി. അവിടെ കുറച്ച് നേരം ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു. അങ്ങനെ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ നമ്മൾ നേരെ പോയി ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറയട്ടെ, ഞാൻ ഫസ്റ്റ് ടൈമാണ് എറണാകുളം കാണുന്നത് പോലും. അതുപോലെ ലൈഫിൽ സെക്കൻഡ് ടൈമാണ് ട്രെയിനിൽ കയറുന്നതും. അങ്ങനെയൊക്കെ കുറേ ഇതുണ്ട്. അപ്പം ആകെ ഒരു എക്സൈറ്റഡ് ആയിരുന്നു. എങ്ങനെയൊക്കെയാണെന്ന് എനിക്കറിയില്ലല്ലോ. അങ്ങനെ നമ്മൾ നേരെ കുറച്ച് പ്ലാറ്റ്ഫോമിലൂടെ നടന്നു. അങ്ങനെ നേരെ പോയി ട്രെയിൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എൻ്റെ അനിയൻ വന്നിട്ട് ഇതുപോലെ ഓൾറെഡി എറണാകുളത്ത് പഠിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവനവിടെ നല്ല പരിചയമായിരുന്നു. അപ്പോൾ ആ ഒരു ID വെച്ചിട്ടാണ് ഞാൻ കൂടെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയൊക്കെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ നേരെ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രെയിൻ ഏകദേശം 8 o'clock ആയിരുന്നു പറഞ്ഞത്. ചെറിയൊരു ലാഗ് വന്നായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നമ്മൾ നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ അതിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് എറണാകുളത്ത് തന്നെ നമ്മളെ ഇടപ്പള്ളി പള്ളിയെടുത്ത് തന്നെ ഒരു സ്ഥലത്തായിരുന്നു കേട്ടോ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഔട്ട് സൈഡ് പോയി കണ്ടിരുന്നു. എപ്പോഴോ ഞാനങ്ങ് മയങ്ങിപ്പോയി. അങ്ങനെ കുറേ നേരത്തെ ട്രാവലിനൊടുവിൽ ഇതുപോലെ ചായ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചായക്ക്. അങ്ങനെ അത് കുറച്ച് നേരം കുടിച്ചു. ട്രെയിനിൽ നിന്ന് ഫുഡൊന്നും ഞാൻ കഴിച്ചില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഡയറക്റ്റ് എറണാകുളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആണല്ലോ ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടത്തോടെ എല്ലാ സ്ഥലങ്ങളും പോയി കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. എല്ലാം നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയില്ല. മറ്റു സ്ഥലത്തൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ലൊക്കേഷൻ എത്തി. അവിടെ നിന്ന് പിന്നെ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. അടുത്ത് തന്നെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് കുറച്ച് ട്രാവൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോയത് ഇതുപോലെ മെട്രോ വഴിയായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഗൈസ് മെട്രോയ്ക്ക് കയറുന്നത്. അപ്പോൾ ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ കയറിയപ്പോൾ എനിക്ക് തോന്നി ഇന്നെ തന്നെ ഇരുന്നാലോ, പുറത്തിറങ്ങണ്ട, വെയിൽ കൊള്ളാതെ നല്ല തണുപ്പല്ലേ, സുഖമായിട്ട് തന്നെ ഇരിക്കാതെന്ന് വരും. അങ്ങനെ പോയ കാര്യമെല്ലാം കഴിഞ്ഞു. പിന്നെ ഇവിടെ വരാനിട്ട് എങ്ങനെ ഈ പള്ളിയിൽ കയറാതെ പോകുന്നത്. അങ്ങനെ പള്ളിയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അടുത്ത ടൈമായിരുന്നു നമ്മുടെ ലുലു മാൾ. നേരെ അങ്ങോട്ട് ഓടിയും കയറുമായിരുന്നു. അപ്പോൾ അതുപോലെ കുറച്ച് സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എൻട്രൻസ് തന്നെ കാണാൻ എന്ത് രസമാണ് ഗൈസ്, ഒരു രക്ഷയില്ല, പൊളിയായിരുന്നു. അങ്ങനെ അത് തന്നെ കുറച്ച് നേരം കണ്ടിങ്ങനെ നിന്നു. അതിനുശേഷം നേരെ അകത്തേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സെക്ഷനും പോയി കണ്ടു എന്നുള്ള വലിയൊരു കാര്യമായിരുന്നു കേട്ടോ. എല്ലായിടത്തും പോയി കാണാൻ പറ്റി. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം പർച്ചേസ് ചെയ്തു ഗൈസ്.